ന്യൂയോർക്കിലാണെന്ന് തോന്നുന്നു. ന്യൂയോർക്ക് നഗരം 3 ദിവസം അന്ധകാരത്തിലായിരുന്നു. ഇതുപോലെ പ്രതികരിക്കുന്ന ഒരു കാലഘട്ടം നമ്മൾ വിളിച്ചു വരുത്താൻ നോക്കുക. അത് നിങ്ങൾക്കും എനിക്കും കാണാവുന്ന ദൃശ്യങ്ങളായി കണ്ടിരിക്കുന്നു. തീർച്ചയായും കുറച്ചുകൂടെ നന്നായി ആ പോലീസുകാരന് അറിയാവുന്ന മണ്ണഞ്ചേരിയിലെ സംഭവത്തിൽ പോലീസിന്റെ അതിക്രമത്തിനെതിരെയുള്ള ആക്ഷൻ കൗൺസിൽ അതിൻ്റെ ചെയർമാൻ സക്കീർ ഹുസൈൻ ഇപ്പോൾ ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ സക്കീർ ഹുസൈൻ, ഈ പോലീസുകാർക്കെതിരെ അല്ല നടപടി ഉണ്ടായത്, പോലീസുകാർ അൻസാരിക്കെതിരെ വധശ്രമത്തിന് കേസ് കൊടുത്തിരിക്കുകയാണ് എന്നതാണല്ലോ വിവരം എന്നാണ് അദ്ദേഹം അൻസാരിയും അല്പം മുമ്പ് ഞങ്ങളോട് പറഞ്ഞത്. എന്താണ് അവിടെ നടക്കുന്നത്? പോലീസ് ആഭ്യന്തര വകുപ്പ് ആഭ്യന്തരമന്ത്രി നൽകിയ ഉറപ്പുകൾ പാലിക്കപ്പെടുന്നില്ലേ? ഇതിനകത്ത് സനീഷ് ആദ്യം എനിക്ക് പറയാനുള്ളത്, ഡി സുഗതൻ സാർ പറഞ്ഞത് പച്ചക്കള്ളമാണ്. കാരണം ഇങ്ങനൊരു സംഭവത്തില് ഒരു ആക്ഷനും പോലീസുകാർക്കെതിരെ ഈ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ നടന്നിട്ടില്ല. നടന്നിരിക്കുന്നത് ഈ പറയപ്പെട്ട പാവപ്പെട്ട, നിങ്ങൾക്കറിയുമോ, ഏതാണ്ട് 19 വയസ്സുണ്ടെങ്കിലും 13 വയസ്സ് പോലും തോന്നിക്കാത്ത, വളർച്ചയില്ലാത്ത വിധവയായ ഒരു മാതാവിന്റെ പുത്രനാണ് ഈ അൻസാരി. ഈ അൻസാരിയെ ഞാൻ ആദ്യമായി സംഭവ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് മാതാവിനെ ഏതാണ്ട് തലമുടിക്ക് കുത്തിപ്പിടിച്ച് വലിച്ച് വെളിയിലേക്ക് അവരുടെ ശിരോവസ്ത്രം കാലുകൊണ്ട് ചവിട്ടി തെറിപ്പിച്ച് അവരെ മർദ്ദിച്ച് അവശയായ രീതിയിലാണ് ഞാൻ ചെന്നപ്പോൾ കാണുന്നത്. ആദ്യമായി ഈ സംഭവം ചെന്ന് കാണുന്ന ആളെന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, ഞാൻ ചെല്ലുമ്പോൾ അതിശയോക്തിപരമായി സംസാരിക്കുകയാണോ ശ്രീ സക്കീർ ഹുസൈൻ? അത്ര വലിയ പോലീസ് അതിക്രമം ഉണ്ടായോ? തീർച്ചയായിട്ടും. അതായത് അവർ ധരിച്ചിരുന്ന മസ്ത വലിച്ച് തെളിയുകയും അതുപോലെ തന്നെ അവരുടെ ഒരു വനിതാ പോലീസുകാർ പോലും ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് അവരെ വളരെ ക്രൂരമായ നികൃഷ്ടമായ രീതിയിൽ അവരെ. തീർച്ചയായും ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. താങ്കൾ കുറച്ചു നേരം കൂടെ ടെലിഫോൺ ലൈനിൽ തുടരണം. ശ്രീ ഡി സുഗതൻ, ഒരു വനിതാ പോലീസ് പോലും അവിടെ ഉണ്ടായിരുന്നില്ല. ഇതിനുശേഷം ഞങ്ങളുടെ ക്യാമറകൾ ചെന്നതിന് ശേഷവും ഉള്ള ആ പരിസരത്ത് പോലും ഇല്ല ഒരു വനിതാ പോലീസ് എന്നത് വ്യക്തമാണ്. അതുകൊണ്ട് അദ്ദേഹം കടത്തി പറയുകയല്ല, അതിശയോക്തി പരമായിട്ട് സംസാരിക്കുകയല്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഒപ്പം അദ്ദേഹം പറയുന്നു താങ്കൾ കള്ളം പറയുകയാണ് എന്ന്. എന്താണ് മറുപടി? എനിക്ക് നിയമം അറിയാവുന്ന ആളാണ് ഞാൻ. ക്രിമിനൽ നിയമം 10-40 കൊല്ലം കൈകാര്യം ചെയ്ത ആളാണ്. നിയമ പുസ്തകം എഴുതിയിട്ടുള്ള ആളാണ്. ഈ മണ്ണഞ്ചേരി സ്വദേശിയുമാണ് ഞാൻ അവിടെ ജനിച്ചു വളർന്ന ആളാണ്. അല്ല, താങ്കൾ കള്ളം പറയുന്നതായി പറയുന്നത് ഈ കേസിൽ അല്ല, അതിനുശേഷം പോലീസ് എടുത്ത നടപടികൾ, പോലീസിനെതിരെ നടപടികൾ എടുത്തിട്ടുണ്ട് എന്ന താങ്കളുടെ അറിവ് തെറ്റാണ് എന്നാണ് ശ്രീ. ഞാൻ പോലീസിനെ ഒന്നും ന്യായീകരിക്കുന്നില്ല, ഒന്നും ന്യായീകരിക്കുന്നില്ല. നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകണം. ആഭ്യന്തരമന്ത്രി ആലപ്പുഴ ജില്ലക്കാരനാണ്. ഈ സംഭവത്തിൽ നിയമപരമായി തന്നെ നടപടികൾ ഉണ്ടാകണം. പുളിങ്കുന്നായാലും ആലപ്പുഴ ആയാലും മണ്ണഞ്ചേരി ആയാലും ശക്തമായ നടപടി ഉണ്ടാകും. ഇല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയോട് ഞങ്ങൾ ആവശ്യപ്പെടും. തീർച്ചയായും ശ്രീ സുഗതൻ, താങ്കൾ ആ നാട്ടുകാരൻ എന്ന നിലയിൽ ആ തല്ലിയ പോലീസുകാരുടെ കൂടെ അല്ല, നാട്ടുകാർക്കൊപ്പമാണ് എന്ന് പൂർണ്ണമായും വ്യക്തമാണ് താങ്കളുടെ നിലപാട്. പക്ഷേ ഇതിനാണ് മറുപടി പറയേണ്ടത്. അവിടെ ഈ പറഞ്ഞിരിക്കുന്ന 19 വയസ്സുണ്ടായിരിക്കെ ആ പ്രായത്തിൻ്റെ പോലും ശാരീരിക ശേഷി കാണുമ്പോൾ തോന്നാത്ത ആ ചെറുപ്പക്കാരനെ തല്ലിയ പോലീസ് വധശ്രമത്തിനൊരു കേസ് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പേന താഴെ വെക്കും മുമ്പ് സസ്പെൻഷൻ ഉണ്ടാകണം എന്നാണ് ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അല്പം മുമ്പ് പറഞ്ഞത്. അതുണ്ടായിട്ടില്ല എന്നാണ് ഈ ആക്ഷൻ കൗൺസിൽ ഭാരവാഹി പറയുന്നത്. താങ്കൾ പറയുന്നു പോലീസിനെതിരെ നടപടി എടുത്തിട്ടുണ്ടാകും, സ്വാഭാവികമായും രമേശ് ചെന്നിത്തലയാണല്ലോ ആഭ്യന്തരമന്ത്രി എന്ന്. ആ നടപടി ഉണ്ടായിട്ടില്ല. അത് താങ്കളുടെ ഭാഗത്തുനിന്ന് വന്ന തെറ്റായ, താങ്കൾ ഒരുപക്ഷെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതായിരിക്കാം, അങ്ങനെ ഒരു അറിവാണ് അവിടെ നിന്നും ലഭിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? ഇക്കാര്യത്തിൽ പേന താഴെ വെക്കും മുമ്പ് നടപടി ഉണ്ടാകേണ്ട ഒരു സ്ഥലത്ത് ഉണ്ടാകേണ്ടുന്ന നടപടി ഉണ്ടായിട്ടില്ല എന്നതുകൊണ്ടാണ് വീണ്ടും പുളിങ്കുന്നിൽ ഇക്കാര്യം ഉണ്ടായത് എന്നത് വളരെ വ്യക്തമല്ലേ? അല്ലെ, ചർച്ചയിൽ ആ കുട്ടി തന്നെ പറഞ്ഞത് നമ്മളിപ്പോൾ കേട്ടതല്ലേ. വധശ്രമത്തിന് കേസെടുത്തെങ്കിലും ജനങ്ങൾ പ്രക്ഷോഭണം നടത്തിയപ്പോൾ ആ വകുപ്പ് മാറ്റി എന്ന് അദ്ദേഹം ആ കുട്ടി തന്നെ പറഞ്ഞതായിട്ട് നമ്മളിപ്പോൾ കണ്ടതേ ഉള്ളൂ. അപ്പോൾ നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ. അക്കാര്യത്തിലൊന്നും ആരും പോലീസിൻ്റെ ഭാഗത്ത് സഹായിക്കാൻ പോകുന്നില്ല. നമ്മളൊക്കെ ജനപക്ഷത്ത് തന്നെയാണ്. മാധ്യമ വിചാരണയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നടക്കട്ടെ. ഇക്കാര്യത്തിൽ ശക്തമായ നടപടി ഗവൺമെന്റ് ഭാഗത്ത് ഉണ്ടാകും. അതിനുവേണ്ടി ഞങ്ങളെപ്പോലുള്ളവരും നിൽക്കും, യാതൊരു സംശയം വേണ്ട. തീർച്ചയായും ശ്രീ സക്കീർ ഹുസൈൻ, സ്വാഭാവികമായും അദ്ദേഹവും പോലീസുകാരുടെ ഈ അക്രമത്തിലേർപ്പെട്ട ക്രിമിനൽ മനസ്സുള്ള പോലീസുകാർക്കെതിരെ തന്നെയാണ് ശ്രീ ഡി സുഗതനും. താങ്കൾക്ക് മറ്റെന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത്? ഏത് വിധത്തിലാണ് ഇനി അങ്ങോട്ടുള്ള നടപടികൾ വേണ്ടത്? എനിക്ക് പറയാനുള്ളത് അതായത് ഈ ഭരണകക്ഷിയിൽപ്പെട്ട പ്രമുഖ ട്രേഡ് യൂണിയനിൽപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഈ ആരോപണ വിധേയൻ എന്നതുകൊണ്ട് മാത്രമാണ് ഒരു നടപടിയും ഈ വിഷയത്തിൽ എടുക്കാത്തത്. അതായത് ആലപ്പുഴയിലും അതുപോലെ തന്നെ മണ്ണഞ്ചേരിയിലും പുളിങ്കുന്നിലും കായംകുളത്തും നടന്ന പോലീസ് മർദ്ദനം, ഈ ഒരു മാസക്കാലത്തിനിടയ്ക്ക് ആഭ്യന്തരമന്ത്രിയുടെ നാട്ടിൽ നടന്ന ഈ പോലീസ് മർദ്ദനം
കൃത്യമായിട്ട് പോലീസിനെ കാക്കിയിട്ട ഗുണ്ടകളെ പോലെ അഴിച്ചുവിട്ടിരിക്കുന്നതിന് തെളിവാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് സാധാരണക്കാർക്ക് കയറി ചെല്ലുവാൻ ഭയപ്പെടുന്ന ഒരവസ്ഥയാണെന്നുള്ളത്. അത് മാത്രമല്ല, ഇത് ഒരു ആക്സിഡന്റിന്റെ പേരിൽ ഉണ്ടാകുകയില്ല എന്നുള്ളത് വളരെ ഇവിടെ മണ്ണഞ്ചേരി മുഴുവൻ പോലീസുകാർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പോലീസുകാരന്റെ രോമത്തിൽ പോലും തൊടാൻ ഒരു അധികാരിയും ശ്രമിക്കില്ല. കാരണം അദ്ദേഹത്തിന് വ്യക്തമായ രാഷ്ട്രീയ പിൻബലമുള്ളത് കൊണ്ട് അദ്ദേഹം പൂർവാധികം ശക്തിയായി തന്നെ അവിടെ ഇപ്പോഴും ജോലി നോക്കുന്നുണ്ട്. അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. തീർച്ചയായും വളരെ നന്ദി ശ്രീ സക്കീർ ഹുസൈൻ. ശ്രീ എം വി ജയരാജൻ, അതാണ് സ്ഥിതിയെങ്കിൽ ഈ പറയുന്ന താങ്കളുടെയും ശ്രീ ഡി സുഗതന്റെയും അടക്കമുള്ള വലിയ രാഷ്ട്രീയ പാർട്ടികൾക്ക് എല്ലായിടത്തും പ്രവർത്തകരുള്ള കാര്യങ്ങളിലെല്ലാം അവരുടെ കണ്ണുകൾ എത്തുന്ന കേരളത്തിൽ ഇതാണ് നടക്കുന്നതെങ്കിൽ എന്ത് രക്ഷയാണ് സാധാരണ നാട്ടുകാർക്കുള്ളത്? ഇതിൽ ശ്രീ ഡി സുഗതൻ മീഡിയ വൺ ചാനലിലൂടെ ശ്രോതാക്കളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം ആദ്യം പറഞ്ഞത് മണ്ണഞ്ചേരി സംഭവത്തിൽ ബന്ധപ്പെട്ട പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു എന്നാണ്. ഇപ്പോൾ സക്കീർ ഹുസൈൻ സത്യം പുറത്തു കൊണ്ടുവന്നു, ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ബന്ധപ്പെട്ട പോലീസുകാരൻ കോൺഗ്രസ് അനുകൂല പോലീസ് അസോസിയേഷൻ്റെ നേതാവാണ്. അതുകൊണ്ടാണ് ഒരു നടപടിയും ഇല്ലാത്തത്. അപ്പോൾ മണ്ണഞ്ചേരി സംഭവത്തിൽ നടപടി എടുത്തിരുന്നുവെങ്കിൽ പുളിങ്കുന്ന് ആവർത്തിക്കുമായിരുന്നില്ല. പാലക്കാട് ആദിവാസി യുവതിയെ ബലാത്കാരം ചെയ്ത തോട്ടമുടമയുടെ പേരിൽ പോലീസ് നടപടി എടുത്തിരുന്നുവെങ്കിൽ പോലീസിന് നല്ല യശസ് ഉണ്ടാകുമായിരുന്നു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലീസിൽ ഏതാനും ചില ആളുകൾ ഗുണ്ടകളായി അധപ്പതിക്കുന്നു. അവരുടെ പേരിൽ കർശന നടപടിയെടുക്കണം. ഇല്ലെങ്കിൽ ജനങ്ങളെ അണിനിരത്തി ഈ ഗവൺമെൻറ് പോലീസിലെ ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന നടപടിക്കെതിരായി എല്ലാ രാഷ്ട്രീയത്തിലും പെട്ട മനുഷ്യസ്നേഹികൾക്ക് പൊരുതേണ്ടി വരും. പൗരാവകാശം സംരക്ഷിക്കാൻ വേണ്ടി രംഗത്തിറങ്ങേണ്ടി വരും. ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയെന്ന് പറയുന്നത് പൗരന്മാർക്ക് സംരക്ഷണം കൊടുക്കാനാണ്. അതിവിടെ നടക്കുന്നില്ല. അതാണ് ഒറ്റപ്പെട്ട സംഭവമല്ല, തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം സിറ്റിയിൽ ഇപ്പോൾ പോയാൽ കവർച്ച പ്രതിദിനം നടക്കുകയാണ്. പോലീസുകാർക്ക് പ്രതികളെ പിടിക്കാൻ കഴിയുന്നില്ല. ബ്ലേഡ് നടപടികൾ സമൂഹത്തിൽ സ്വീകരിക്കുമ്പോഴും അതിന് നേതൃത്വം കൊടുക്കുന്ന പോലീസുകാർ പിടിക്കപ്പെടുന്നില്ല. മണ്ണഞ്ചേരി, പുളിങ്കുന്ന്, പാലക്കാട് സംഭവങ്ങൾ മനുഷ്യ മനസാക്ഷിയുള്ളവരെ ഞെട്ടിക്കുന്നതാണ്. തീർച്ചയായും വളരെ നന്ദി ശ്രീ എം വി ജയരാജൻ. ശ്രീ ഡി സുഗതൻ, മണ്ണഞ്ചേരിയിൽ അർഹമായിരുന്ന നടപടി സ്വീകരിക്കാത്തത് കൊണ്ടാണ് പുളിങ്കുന്നിൽ സംഭവമുണ്ടായത്. ഇത് ഇപ്പറയുന്ന നടപടികൾ സ്വീകരിക്കും, നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നതല്ലാതെ ഇക്കാര്യങ്ങളിൽ കർശനമായ നടപടികൾ ഉണ്ടാകാത്തത് കൊണ്ടാണ് പോലീസ് ഈ മട്ടിൽ നാട്ടുകാരെ നേരിടുന്നത്. അതുകൊണ്ട് പരിപൂർണമായും വീഴ്ച ആഭ്യന്തര വകുപ്പിൻ്റെയും രാഷ്ട്രീയ ഭരണ നേതൃത്വത്തിൻ്റെതുമാണ്. എങ്ങനെ തിരുത്തും? ഇക്കാര്യത്തൊക്കെ നടപടികളുണ്ടാകും. നമ്മൾ ഈ ഒറ്റപ്പെട്ട സംഭവങ്ങൾ അങ്ങനെ പെരുപ്പിച്ച് കാണിച്ചിട്ട് കാര്യമില്ല. എല്ലാ കാലത്തും ഉണ്ടാകുന്ന സംഭവം. ഇപ്പോൾ ജയരാജൻ പൊളിറ്റിക്സ് രാഷ്ട്രീയമാണ് പറഞ്ഞത്. അവരുടെ ഭരണകാലത്തെല്ലാം പ്രതികൾ ബലമായി ഇറക്കിക്കൊണ്ട് പോവുക, പോലീസിനെ ഭരിക്കുക. അതൊക്കെ ഞങ്ങളാരും പോലീസിനെ ഭരിക്കാൻ പോകുന്ന ആളല്ല. ആഭ്യന്തര വകുപ്പുണ്ട്, മന്ത്രിയുണ്ട്, ആ കാര്യങ്ങൾ ആ വഴിക്ക് പോകും. ഞങ്ങളാരും പോലീസിനെ കൺട്രോൾ ചെയ്യാനോ ഭരിക്കാനോ പോകുന്ന ഒരു പാർട്ടിയുമല്ല, അങ്ങനെ ചെയ്യാറുമില്ല. ഈ കാര്യത്തിലൊക്കെ ശക്തമായ നടപടി ഉണ്ടാകും. ഞങ്ങൾ തന്നെ ആവശ്യപ്പെടും. പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ല ആയതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ പ്രത്യേക താല്പര്യങ്ങളുണ്ട് ഈ കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ ശക്തമായ നടപടികൾ മണ്ണഞ്ചേരിയുടെ കാര്യത്തിലും പുളിങ്കുന്ന് കാര്യത്തിലും ഉണ്ടാകും. ആഭ്യന്തരമന്ത്രി അക്കാര്യത്തിൽ ഇടപെടും, ഞങ്ങൾ ആവശ്യപ്പെടും, നടപടി ഉണ്ടാകും. തീർച്ചയായും വളരെ നന്ദി ശ്രീ ഡി സുഗതൻ. അങ്ങനെ രാഷ്ട്രീയ നേതൃത്വം ആ മട്ടിൽ തന്നെയുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കും. പക്ഷേ ശ്രീ കുഞ്ഞിമൊയ്തീൻ കുട്ടി, ഈ മനസ്സിലാകാത്തൊരു കാര്യം, എങ്ങനെയാണ് പോലീസുകാർക്ക് ഇത്രക്ക് കഠിന ഹൃദയരാകാൻ സാധിക്കുന്നത്? ഒരു പോലീസ് സ്റ്റേഷനകത്ത് ദുർബലനായ ഒരാൾ, അയാളുടെ ഉമ്മ, ഒരു ശരാശരി മലയാളി യുവാവ് അയാളുടെ അമ്മയ്ക്ക് നേരെ കൈ ആരെങ്കിലും പൊക്കിയാൽ അയാൾ അറിയാതെ തന്നെ അതിനെ തടഞ്ഞു പോകും. അങ്ങനെയുള്ള ദുർബല ശരീരമുള്ളൊരു മനുഷ്യനെ ഈ കാരണത്താൽ ഏതെങ്കിലും വിധത്തിൽ പ്രകോപനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ അയാൾക്കുണ്ടാക്കാവുന്ന പ്രകോപനത്തിന് പരിമിതിയുണ്ട്. അയാളുടെ ശരീരം ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാവുന്നതാണല്ലോ. അവിടെ വെച്ച് അയാളെ കൈകൾ രണ്ടും പിന്നിലേക്ക് കെട്ടി തല്ലാൻ മാത്രം എങ്ങനെയാണ് ഈ പോലീസുകാർക്ക് കഠിന ഹൃദയരാകാൻ പറ്റുന്നത്? ഇത്രയ്ക്ക് ദുഷ്ടന്മാരാകാൻ മാത്രം എന്ത് പരിശീലനമാണ്, എന്ത് ദുഷ്ടപരിശീലനമാണ് ഈ പോലീസുകാർക്ക് ലഭിക്കുന്നത്? പരിശീലന സമയത്ത് ഇങ്ങനെ അടിക്കാനോ അല്ലെങ്കിൽ നാട്ടുകാരുടെ മുതുകത്ത് കുതിര കയറാനോ ഒന്നും പഠിപ്പിക്കുന്നില്ല. നിയമം ഭംഗിയായിട്ട് നടപ്പാക്കണം, നിയമവിധേയമായി പോലീസ് പ്രവർത്തിക്കാവൂ എന്ന് വളരെ കർക്കശമായിട്ട് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളാണ് പോലീസ് ട്രെയിനിങ് കോളേജും പോലീസ് അക്കാഡമിയും. അവിടെ എടുക്കുന്ന
ക്ലാസ്സുകൾ പഠിച്ചതിന് ശേഷം പുറത്തോട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ അവർക്ക് തോന്നുന്നത് അവരുടെ കയ്യിൽ അധികാരം കൈ കിട്ടിക്കഴിയുമ്പോൾ ഇപ്പം തന്നെ ഈ 307 എടുത്ത് വകുപ്പ് പറയുന്നത് തന്നെ ഒരു പോലീസിനെ സംബന്ധിച്ചിടത്തോളം ലജ്ജാവഹമാണ്. പോലീസുകാരുടെ സകല ഇമേജും ശ്രീ രമേശ് ചെന്നിത്തലയുടേതാണെങ്കിലും ശരി, ഏത് ആഭ്യന്തരമന്ത്രി ഇരുന്നാലും ശരി, ഇതുപോലെ കർക്കശമായി നടപടി എടുത്തില്ലെങ്കിൽ പോലീസുകാരെയും പോലീസ് മന്ത്രിയെയും ആളുകൾ പുച്ഛിക്കും. ഈ പോലീസിന് 1-2 ആളുകൾ കൂടി, അവിടെ ഒരു വനിതാ പോലീസുകാരി നിൽപ്പുണ്ട്. അതിനിടയ്ക്കാണ് ഞാൻ ഈ ക്ലിപ്പിംഗ് കണ്ടുകൊണ്ട് പറയുകയാണ്, വനിതാ പോലീസുകാരി ഇല്ലാഞ്ഞിട്ടല്ല, അവിടെ ഒരു വനിതാ പോലീസുകാരി നോക്കുകുത്തിയായിട്ട് അവിടെ നിൽപ്പുണ്ട്. ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് അവിടെ നിൽക്കുന്ന 2-3 കിരാതന്മാരെന്ന് വിശേഷിപ്പിക്കത്തക്ക രീതിയിലുള്ള പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത്. ഇത് ചെയ്യാനുള്ള ധൈര്യം പോലീസ് ട്രെയിനിങ്ങിൽ നിന്ന് കൊടുക്കുന്നതല്ല, അത് അറിഞ്ഞോ അറിയാതെയോ എനിക്കെല്ലാം സാധിക്കും എന്നുള്ള ഒരു ബോധം, ഒരു അസോസിയേഷൻ ഉണ്ടെങ്കിൽ ഒരു പിന്തുണ, രാഷ്ട്രീയ പിന്തുണ ഉണ്ടെന്നുള്ള ഒരു മിഥ്യാധാരണയുടെ മുകളിലാണ് ഈ കാണിക്കുന്നത് മുഴുവൻ. അതിന് ശക്തിയുക്തം എതിർക്കും എന്ന് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ രാഷ്ട്രീയ നേതാക്കൾ പറയുന്നത് ഭരണപക്ഷത്തിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ മൃദുല സമീപനത്തോടുകൂടി പോലീസിനെ തലോടിക്കൊണ്ടിരിക്കും. ഇങ്ങനെ തലോടുകയും വിമർശിക്കുകയും ചെയ്യുന്ന ആ പതിവ് പരിപാടി മാറ്റി നിർത്തി പ്രതികൾ പോലീസിലെ ഡക്കൈറ്റ്സോ റോബറിയോ നടത്തുന്ന ആളുകളുണ്ടെങ്കിൽ നിഷ്കരുണം ആർട്ടിക്കിൾ 311 അനുസരിച്ച് 311 അനുസരിച്ച് പറഞ്ഞയക്കണം, വീട്ടിലേക്ക് പറഞ്ഞയക്കണം. ഒരു 4 എണ്ണത്തിന് പറഞ്ഞയച്ചു കഴിയുമ്പോൾ പോലീസ് തന്നെ നന്നാകും. ഇതല്ല തലോടുകയും അതേ സമയത്ത് അത്തരം നടപടികൾ ഉണ്ടാവുക തന്നെയാണ് വേണ്ടത്. ജനങ്ങളോട് അതീവ മൈത്രിയോടെ പെരുമാറണം പോലീസുകാരെന്ന് ആഗ്രഹിക്കാനേ പറ്റൂ. പക്ഷേ ജനങ്ങളെ ശത്രുക്കളെപ്പോലെ കണക്കാക്കാതിരിക്കണം ഈ പോലീസ് ഉദ്യോഗസ്ഥർ എന്നത് തന്നെയാണ് കേരളത്തിന് മുഴുവൻ ആവശ്യം. വളരെ നന്ദി ശ്രീ കുഞ്ഞിമൊയ്തീൻകുട്ടി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ശ്രീ ഡി സുഗതൻ, ശ്രീ എം വി ജയരാജൻ, ഒപ്പം ശ്രീ സക്കീർ ഹുസൈൻ ആക്ഷൻ കൗൺസിൽ ചെയർമാൻ, ഒപ്പം പോലീസ് മർദ്ദനത്തിന് ഇരയായ അൻസാരിക്കും ടെലിഫോണിലൂടെ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്